സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. ഞാനൊരു അങ്കമാലി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെയാണ് ബിരിയാണിക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൂടാതെ എൻ്റെ ചേട്ടനും ഒരു കുക്കാണ്, കാറ്ററിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആളെ ചെയ്യുന്നതെല്ലാം കണ്ടാണ് ഞാനിത് ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. നമുക്കിത് ആദ്യം തന്നെ അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ആ സ്കിന്നൊക്കെ നല്ലോണം പീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നുറുക്കിയെടുക്കാം. നമുക്ക് ഈ വലിപ്പം മതി. ഈ ചിറകൊക്കെ നമുക്ക് കളയാം. നമുക്ക് അറ്റം നമുക്ക് പേസ്റ്റിൽ കളയാം. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യണം. നമുക്ക് ഈ വെള്ളം ഒന്ന് വാലിന്ന് പോയിട്ട് നമുക്ക് ഒന്ന് അരപ്പ് വരട്ടി വെക്കാം കേട്ടോ. അരപ്പ് വരട്ടുണ്ടാ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഈ ഉരുളി തന്നെ അത് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരട്ടി വയ്ക്കാം. നമുക്കൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്നിട്ട് പുരട്ടാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വെക്കുന്നതിനും കുഴപ്പമില്ല. ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കനകത്ത് വറുത്തെടുക്കാം. നല്ല കാറ്റാണ്, സമ്മർ
സമ്മറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് ഇടയ്ക്കൊന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് 2 സൈഡും വേവിച്ചെടുക്കണം. നമുക്ക് ഈ പരിവാകുമ്പോഴേക്കും ഇതിൽ നിന്ന് കോരാട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമുക്ക് കോരിയെടുക്കാം. ഞാൻ ആ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയും കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് കിസ്മിസും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് കോരി എടുക്കുകയാണ്. നമ്മൾ നെയ്യിലാണ് കേട്ടോ അതൊന്ന് വറുത്ത് കോരാൻ പോകണം. ഒരല്പം നെയ്യ് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. നമ്മൾ ചെറിയ തീയിൽ ഇത് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. സവാള ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഇത് ക്രിസ്പ് ആയിക്കോളും കേട്ടോ. ഇപ്പം നമ്മൾ നെയ്യിൽ വറുത്തേക്കുന്നതുകൊണ്ട് അത് ക്രിസ്പ് ആയിക്കോളും. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി സവാള കിട്ടും നമുക്ക്. നമുക്ക് ആ നെയ്യ് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ആ നെയ്യിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വറുത്ത ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് സവാള വഴറ്റാനുള്ള ഓയിൽ നമ്മൾ ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ഞാനൊരു 3 സവാളയാണ് വഴറ്റാൻ ഉദ്ദേശിക്കുന്നത്. വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 3 എടുക്കണം. നമ്മുടെ നാട്ടിലെ സവാളയൊക്കെയാണെങ്കിൽ ഒരു 6 വേണ്ടി വരും. ഞാൻ ഒരു 3 സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 സവാളെങ്കിലും, ചെറിയ സവാളയെങ്കിലും ഒരു 6 എടുക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് നമുക്കൊരു നീളം കീറിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് 3 ആക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കാം. എരിവ് പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കനും സവാളയ്ക്ക് അനുസരിച്ച് മുളക് ഇട്ടാൽ മതി. അങ്ങനെ കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 2 തണ്ട് കറി ലീവ്സ് നമുക്ക് ആഡ് ചെയ്യണം. നല്ല ഇപ്പോൾ തന്നെ നമുക്ക് ആ കറി ലീവ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സവാള വഴണ്ട് വരുമ്പോഴേക്കും നമുക്കൊരു 2 കഷ്ണം ഇഞ്ചി, ഒരു 25 ഗ്രാം ഇഞ്ചിയുടെ അടുത്ത് വരും. പിന്നെ ഒരു 20 ചുള വെളുത്തുള്ളി, അതുകൊണ്ട് ഒന്ന് ചതച്ച് വെക്കണം കേട്ടോ. നമുക്കപ്പോൾ ഇടിക്കുറ്റിയിൽ നമുക്കൊന്ന് ചതയ്ക്കാം.
സവാളയ്ക്ക് ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി ഒരു 2 തക്കാളി കൂടി നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ ഇത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം. നിങ്ങൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണം ഇട്ടോ കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കറി മസാല. അത് ഫ്രഷ് മസാല പൊടിച്ചാണ്ടോ. പിന്നെ നമുക്ക് ഉപ്പ് ഇടണം. അത് നമുക്കിത് ഒന്നായി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവിക്ക് ഉപ്പ് നോക്കിയിട്ട് എന്തോരം ആവശ്യമുണ്ടെന്നനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ. നമ്മൾ നല്ലോണം തിളപ്പിച്ച് വെള്ളമാണ് ഒഴിക്കാൻ പോളൂ. ഞാനൊരു കപ്പ് വെള്ളം ഒഴിക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗാർണിഷിനായിട്ട് ഒരല്പം മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് കോരിയ കാഷ്യൂനട്ടും ആ സവാളയും ആ കിസ്മിസും കൂടി നമുക്കൊന്ന് മേളിൽ വിതറി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ല ക്രിസ്പായിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല ഉണ്ടാവും. ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.